വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട റോഡ് റെയിൽ കണക്ടിവിറ്റി പദ്ധതികളിലേക്ക് കടന്ന സർക്കാർ തുറമുഖത്തേക്ക് 6 വരി പാത നിർമ്മിക്കുന്നതിനൊപ്പം തുരങ്ക റെയിൽ പാതയ്ക്കായി അന്താരാഷ്ട്ര കൺസൾട്ടന്റിനെ സമീപിക്കാനാണ് തീരുമാനം. ഇതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കായി ഉടൻ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സപ്ലിമെന്ററി കൺസഷൻ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. അടുത്ത 3 ഘട്ട വികസനം 2028 മുൻപ് സാധ്യമാക്കാനാണ് തീരുമാനമെങ്കിലും കണക്ടിവിറ്റിയാണ് പ്രധാന വെല്ലുവിളി. ഇത് പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. റോഡ് കണക്ടിവിറ്റി 6 വരി പാതയായി നിർമ്മിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. എന്നാൽ റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലായിരുന്നു ചില ആശങ്കകൾ. ബാലരാമപുരത്ത് നിന്നും വിഴിഞ്ഞത്തേക്ക് തുരങ്കപാത നിർമ്മിക്കുന്നതിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേക്കായിരിക്കും തുരങ്കപാതയുടെ നിർമ്മാണ ചുമതല. ടണൽ നിർമ്മാണത്തിനുള്ള സാങ്കേതിക സഹായത്തിനായി അന്താരാഷ്ട്ര കൺസൾട്ടന്റിനെ സമീപിക്കും. 10.76 കിലോമീറ്റർ ആകും തുരങ്കപാതയുടെ ദൈർഘ്യം. നിലവിലുള്ള ബാലരാമപുരം വിഴിഞ്ഞം റോഡിനടിയിലൂടെ റെയിൽപാത നിർമ്മിക്കുന്നതിനാണ് തീരുമാനം. 1400 കോടിയാകും നിർമ്മാണ ചെലവ് കുറഞ്ഞ ഡ്രില്ലിംഗ് ബ്ലാസ്റ്റിംഗ് രീതിയാണ് പരീക്ഷിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക അനുമതിയിൽ തന്നെ റെയിൽപാതയ്ക്കും അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. പദ്ധതിയുടെ 70% റോഡിനടിയിലൂടെയാണെങ്കിലും കുറച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ഇതിനായി ജനപ്രതിനിധികളുടെ യോഗം വിളിക്കും. 6 ഹെക്ടറോളം ഭൂമി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.